ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ ബേസിക് പോയിന്റ്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് ആണ്. മെയ് 2 ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ ഒക്കെ കൊടുത്ത് കാണണം. നമുക്ക് മാർച്ച് 18 ആണ് ലാസ്റ്റ് ഡേറ്റ്. 4-5 കാറ്റഗറീസിന്റെ ഒരുമിച്ചാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഈ ഒറ്റ പ്രിലിംസ് പാസ്സായാൽ നിങ്ങൾക്ക് മെയിൻസിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ ആ ഒരു അടുത്തൊരു 2 മാസക്കാലം നമ്മൾ ആ മെയിൻസിന് വേണ്ടി തകർത്തിട്ട് പഠിച്ചാണ്ടല്ലോ. ട്രസ്റ്റ് മീ, ധാരാളം ഒഴിവുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് പ്രിലിംസ് കടക്കണം. നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് മെയിൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ് വളരെ ടഫ് ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് ഓൾമോസ്റ്റ് ഒരു മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ ഇത്രയും കൂടെ എന്താണ് ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞ ഒരു ഇതായിരുന്നു കമ്പയർഡ് ടു ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ടഫ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു 2 മാസം എന്ന് പറയുന്നത് തികച്ചില്ല ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പ്രിലിംസ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ കടക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ നിങ്ങൾ മെയിൻലി ഇതാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ തന്നെ പാസ്സാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഹറിബറി ആയിട്ടും പഠിക്കേണ്ടി വരില്ല പല കാര്യങ്ങളും. ഓക്കെ, ഞാൻ ഈ പറയുന്ന പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാറുള്ളതും അങ്ങനെ ആ ഒരു മെത്തേഡ് ചെയ്തിട്ട് തന്നെയാണ്. ഇവൻ കഴിഞ്ഞ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തന്നെ എനിക്ക് മെയിൻസ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ എനിക്ക് 1 മാർക്കിനാണ് പോയത്. അപ്പൊ അത്രയും അത് നമ്മളുടെ അത്രയും ഹറിബറി ആയിട്ട് അതിൽ ഇല്ലാത്ത സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൂടെ പഠിച്ച് നമ്മൾ ആകെ കുഴഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ചിലപ്പോൾ ഈസി ആയിട്ടുള്ളത് പോലും തെറ്റിക്കില്ല. അങ്ങനെ പറ്റിയ കുറെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡിലീഷൻ ആണ് കുറേ അധികം ചതിച്ചത്. അല്ലെങ്കിൽ നല്ലൊരു ഇതിലേക്ക് റാങ്കിലേക്ക് വരെ എത്തണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് അൺലക്കി ഫാക്ടർ വിത്ത് മീ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഇനി വരുന്ന ഈ ഒരു ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ലെവൽ സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും പുതിയ സിലബസ്. ഇതാണ് പുതിയ സിലബസ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഹിസ്റ്ററിക്ക്, അതുപോലെ തന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ സ്പോർട്സിന് 10 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക്, ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിന് 20 മാർക്സ് വെച്ചിട്ട്, റീജിയണൽ ലാംഗ്വേജ് മലയാളം അത് 10 മാർക്സ്. ഏറ്റവും വെയിറ്റേജ് കൂടിയ ആൾക്കാർ ഇതാണ്. ബാക്കിയെല്ലാം 5 മാർക്സ് വെച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഇത് എല്ലാം പഠിച്ചുകൊണ്ട് പ്രിലിംസ് പാസ്സാകാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കണ്ട. ഇപ്പൊ കഴിഞ്ഞ കുറേയധികം എക്സാംസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കട്ട് ഓഫ് റേഞ്ച് ഒക്കെ കിടക്കുന്നത് നിങ്ങളൊരു മിനിമം, ഞാനൊരു ഏകദേശം പറയുന്നതാണ്, ഒരു 45 to ഒരു 52 ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു ലെവലിൽ നിന്ന് നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ നമ്മൾ ഇതിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ പോലും പഠിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മേഖലകൾ ഞാൻ പറയട്ടെ. ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് മാത്സ് തന്നെയാണ്. ഓക്കെ, മാത്സ് എന്ന് പറയുന്നത് 20 മാർക്സ് ആണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയ, മാത്സ് 20, ഇംഗ്ലീഷ് 20, മലയാളം 10. ഇത് മാത്രം നോക്കുകയാണെങ്കിൽ 50 മാർക്സോളം വന്നു കഴിഞ്ഞു നമുക്ക്. പക്ഷെ നമ്മളൊരു 50 അങ്ങനെ അടുപ്പിച്ച് പറയില്ല അല്ലെ. 50 കറക്റ്റ് നമുക്ക് എക്സാക്ട് കിട്ടില്ല. കാരണം ഡിലീഷൻ, അവരുടെ ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക്, അതുപോലെ നമ്മളുടെ എറേഴ്സ് ഒക്കെ വന്നിട്ട് നമുക്കൊരു ഓൾമോസ്റ്റ് 20 മാർക്സ് ഒരു 18 അല്ലെങ്കിൽ ഒരു 17, പിന്നെ ഇംഗ്ലീഷിൽ ഒരു 17, മലയാളത്തിൽ ഒരു 7. അപ്പൊ നമുക്കൊരു 41 മാർക്സ് വന്നു കഴിഞ്ഞു അല്ലെ, ഈ ഒരൊറ്റ മേഖലയിൽ നിന്ന്. ഇനി ബാക്കിയുള്ള മേഖല അത്യാവശ്യം ഒരു ലെവലിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് നേടിക്കൂടെ. അപ്പോൾ മാത്സിന് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഇപ്പോൾ മാത്സ് പൊതുവെ എല്ലാവർക്കും ടഫാണ്. മാത്രമല്ല പ്രിലിംസ് ലെവലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈം എന്ന് പറയുന്നത് വളരെ വലിയൊരു കൺസ്ട്രെയിൻ ആണ് അതിന്. ഈ 1.25 മണിക്കൂർ എന്ന് പറയുന്നത് വലിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് മാത്സിന്റെ ക്വസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും, സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മാത്സ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് തുടക്കത്തിൽ ചെയ്തിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാം. ഇനി അത് ഓക്കെ ലെവലിലുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റൻസ് നോക്കിയിട്ട്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ബാക്കിയുള്ളതെല്ലാം നോക്കിയിട്ട് ഞാൻ മാത്സിലേക്ക് എത്താറുള്ളൂ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനിൽ കുറേ അധികം നേരം ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല. നമുക്ക് അറിയില്ലെങ്കിൽ അപ്പോൾ അടുത്തേക്ക് നോക്കാത്രേ ഉള്ളൂ. അപ്പോൾ ഈ മാത്സ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ, ഇപ്പോൾ മാത്സ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഇതുവരെ നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യങ്ങളൊന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഏറ്റവും മാത്സ് എളുപ്പത്തിൽ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ട്രിട്ടേൺ എന്ന് പറയുന്ന നമ്മുടെ ജെറിൻ സാറിന്റെ ചാനലുണ്ട്. അദ്ദേഹം അത്ര നല്ല രീതിയിലാണ് ഓരോ ടോപ്പിക്സും സബ് ടോപ്പിക്സും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കേട്ടാൽ തന്നെ നമുക്ക് മാത്സ്, അദ്ദേഹം PYQs കുറേ അധികം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാത്സ് ഇംപ്രൂവ് ആകും. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ടോപ്പിക് റിലേറ്റഡ് നോക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഈ PYQs സോൾവ് ചെയ്യുന്ന സെഷൻസ് തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ കേട്ടിട്ട് നിങ്ങൾ ഈ PYQs ചെയ്യാം, നിങ്ങൾക്ക് നല്ല പട്ടേന്ന് മാത്സ് ചെയ്യാൻ പറ്റും. ഇനി ഓക്കെ എന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളത് ആ മാത്സിനെ നിങ്ങളുടെ കയ്യിലേക്ക് വരുത്താൻ ശ്രമിക്കുക. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് മാത്സ് എന്ന് പറയുന്നത്. ഇക്വേഷൻസും എങ്ങനെ ചെയ്യാം എളുപ്പത്തിൽ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സബ്ജക്ട്സ് പോലെയാണ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ആ ഒരു മേഖലയിൽ നിന്ന്. നമുക്ക് മാത്സിലെ പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസും എങ്ങനെ സോൾവ് ചെയ്യണം, എളുപ്പത്തിൽ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ഓരോ ടൈപ്പും അത്രയും വ്യക്തമായി പറഞ്ഞ്
മനസ്സിലാക്കി തരുന്നുണ്ട്. ഓരോ ടൈപ്പിൽ നിന്നും എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ തരത്തിൽ ചെയ്യണം, എളുപ്പത്തിൽ ചെയ്യണം, ഇക്വേഷൻ വെച്ച് ചെയ്യണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോർഷൻസും അദ്ദേഹം ഓരോ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഒരു പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഈ ഒരു 2 മാസത്തിനുള്ളിൽ, 2 മാസം ഇല്ല, അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഇതെല്ലാം ചെയ്തു തീർക്കണം എന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ പോർഷനും നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, മേജർലി ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റിന്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ തന്നെ എന്താണ് ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ഇതൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുടെ ആ ഒരു ഐഡിയ ബിൽഡ് ചെയ്തെടുക്കുക, എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 1-2 ചെയ്യുമ്പോൾ തന്നെ കാര്യം കത്തിയെങ്കിൽ നിങ്ങൾ ഇതുവരെ നടന്ന പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ മാത്സ് നിങ്ങൾ അത്രയധികം നിങ്ങളുടെ കയ്യിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ എന്താണ് ആ ഒരു ഏരിയ സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇത് ഓരോ ഏരിയാസും നിങ്ങൾ ഒരു ദിവസം വെച്ച് നോക്കിയാൽ മതി. ദേ ഇപ്പോൾ ഇവിടെ ടോട്ടലി നമ്മൾ നോക്കുകയാണ് 25 ടോപ്പിക്സ് ആണ് വരുന്നത് മാത്സിന്റെ ഏരിയയിൽ നിന്ന്. പക്ഷേ ഇതിൽ നമുക്കറിയാവുന്ന ഏരിയാസ് ഉണ്ട്, നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള പോർഷൻസ് ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഏറ്റവും സിമ്പിൾ ആക്കി എടുക്കുക. അത് എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇതാക്കുക, ഫാസ്റ്റ് ആക്കി എടുക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. സ്പീഡ് എന്ന് പറയുന്നത് മാത്സിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 1.25 മണിക്കൂറിനുള്ളിൽ നമുക്കത് ചെയ്തു തീർക്കാൻ വളരെയധികം പാടാണ്. അപ്പോൾ ഈ പറയുന്ന 25 ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നത് എത്രയാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഇത്രയും ഉണ്ടല്ലോ ദിവസങ്ങൾ, ഓരോ ദിവസം ഓരോ ടോപ്പിക് എടുത്ത് ചെയ്താൽ പോരെ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ലേ. ബാക്കിയുള്ള പഠിക്കുന്നതിന്റെ ഒപ്പം മാത്സിൽ ഓരോന്നെടുത്ത് ചെയ്യുക. അതിന്റെ പല ടൈപ്പുകളാണ്. അതിന്റെ ഒരു ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായാൽ അതിൽ നിന്ന് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. പിന്നെ അതിൽ കുറെ 10-20 ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല, കാരണം നമുക്ക് ഈ സമയത്തിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ടൈപ്പിൽ നിന്ന് ഒരു 2 മാക്സിമം ചെയ്യുക. പിന്നെ നിങ്ങൾ PYQs ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ അത് ഇതാവുന്നുള്ളത്. പിന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഏറ്റവും നല്ല കാര്യം 20 മാർക്സ് ആണ്. നിങ്ങൾക്ക് ഗ്രാമർ പോർഷൻ അത്യാവശ്യം വശം ഉണ്ട് എങ്കിൽ, ലൈക്ക് സബ്ജക്ട് ആൻഡ് വെർബ് എഗ്രിമെന്റ്, അതുപോലെ ഇത്രയും തന്നിരിക്കുന്ന പോർഷൻസ് ഇതിന്റെ ബേസിക് മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾ. ഓക്കെ, ഈ ബേസിക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കാരണം 10 മാർക്സ് അതിൽ നിന്നാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ അതിനോടനുബന്ധിച്ച് ബുക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നോക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് വൊക്കാബുലറി പോർഷനാണ്. ഇതിന് ഏറ്റവും നല്ല എന്താ പറയുക, ഇപ്പൊ 2 കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ഇതുവരെ വന്ന PYQs ഒന്ന് എടുത്ത് നോക്കാം. ഡിഗ്രി ലെവലും അതുപോലെ 10th ലെവലിലും പല സ്റ്റേജുകളിലായിട്ട് നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും രണ്ടും ഇതേപോലെ ഗ്രാമറും വൊക്കാബുലറിയും ഒന്ന് കണ്ണോടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം പലതും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ KS-ന്റെയും ഈ കഴിഞ്ഞ KS, ഡിഗ്രിയുടെ, അതുപോലെ 10th ഡിഫറെന്റ് സ്റ്റേജസ്, ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഉറപ്പായിട്ടും ട്രസ്റ്റ് മീ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് മലയാളം ഈ പറഞ്ഞ രീതിയിൽ ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മാർക്സ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 41 മാർക്സ് നമുക്ക്, അല്ലെങ്കിൽ പോട്ടെ ഒരു 40, 39 എത്രയാണെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഹിസ്റ്ററി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10 മാർക്സ് ആണ്. 10 മാർക്സിൽ ഇവിടെ ആക്ച്വലി കേരള, ഇന്ത്യ, വേൾഡ് എന്നുള്ള രീതിയിലാണ് ഹിസ്റ്ററി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് യൂഷ്വലി അറിയാവുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ഒരു സജഷൻ ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ ഉള്ളിൽ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെയധികം ടഫാണ്, ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡീവലിന്റെ ഭാഗം നമുക്ക് ആ ഒരു ഭാഗം എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്താലും അവരോട് കൂടി വന്ന 2 അല്ലെങ്കിൽ 3 ചോദ്യങ്ങളെ മെഡീവൽ ഇന്ത്യയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ അല്ലെ. എന്നാലും ബാക്കി കേരള, ഇന്ത്യൻ, വേൾഡ് ഇതൊക്കെ കവർ ചെയ്യണം. ഇത് അത്യാവശ്യം ഇപ്പൊ വേൾഡ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് റെവല്യൂഷൻ തന്നെ അത്യാവശ്യം വശത്താക്കി കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, അപ്പൊ ഇത് കാലങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ. ഇത് അത്യാവശ്യം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാം. ഇതിൽ എസ്പെഷ്യലി UN റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ നല്ല രീതിയിൽ. പിന്നെ 10th ടെക്സ്റ്റിൽ SCERT പുതിയ കുറെ കാര്യങ്ങളൊക്കെ ഫ്രഞ്ച് റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് നിയർ ആയിട്ട് പഠിക്കാൻ പറ്റില്ല. നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ ഏറ്റവും ഇഷ്ടം നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പോർച്ചുഗീസും ഡച്ചും വെച്ചിട്ടാണ് അവർ കൂടുതലും ചോദിക്കാറുള്ളത്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മുഴുവൻ. അപ്പോൾ അവരുടെ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക പോർച്ചുഗീസ്, ഡച്ച് എന്നുള്ളത്. അതാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ അവിടെ ഏറ്റവും കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ എന്നെ സഹായിച്ച കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ചും കൂടെ നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് പഠിക്കേണ്ടത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പിന്നെ ജിയോഗ്രഫി, വേൾഡ് ജിയോഗ്രഫി ഏറ്റവും സിമ്പിൾ ആണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ വശത്താക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇന്ത്യൻ ഫിസിയോഗ്രഫി, ഇതിൽ കേരളത്തിന്റെ ബാക്കിയുള്ള ഈ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, അതുപോലെ റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു, കേരള റിവേഴ്സ് ഒക്കെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ പറയുന്ന ജോഗ്രഫിയുടെ ഏരിയയിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായി പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്, അത് നന്നായി പഠിക്കാം. എക്കണോമിക്സ് ഒക്കെ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത, പക്ഷേ എന്നാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഇഫ് യു
നോ ദ കോൺസെപ്റ്റ്സ്. ഓക്കെ, നിങ്ങൾക്ക് കോൺസെപ്റ്റ് എക്കണോമിക്സിൽ ജസ്റ്റ് കോൺസെപ്റ്റ് മതി. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫുൾ മാർക്സും 5 മാർക്സും സ്കോർ ചെയ്യാൻ പറ്റും എക്കണോമിക്സ് എന്ന്. ഞാൻ യൂഷ്വലി എക്കണോമിക്സ് എനിക്ക് എളുപ്പമാവാറാണ് പതിവ്. അതിൻ്റെ കൺസെപ്റ്റുവൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കിലൂടെ നമുക്ക് എക്കണോമിക്സ് നേടാൻ പറ്റും. ആകെ നിങ്ങൾ ഈ 5 ഇയർ പ്ലാൻസ് ഒക്കെ ഇത്തിരി ഇതാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി പഠിക്കണം. പിന്നെ അതുമായിട്ട് എക്കണോമിക്സ് മോസ്റ്റ്ലി ഈ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കണം. പിന്നെ ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കട്ട് ഓഫ് ഒക്കെ മറികടക്കാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്കി ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എന്തായാലും നോക്കും നമ്മൾ, അല്ലെ? ഇപ്പോൾ സിവിക്സ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ എന്താണ് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പക്ഷെ അതിൽ നിന്ന് വേണ്ടത് മാത്രം കുറച്ച് നോക്കുക. നമുക്ക് ഏറ്റവും എളുപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതുപോലെ ബ്യൂറോക്രസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നമുക്ക് ബേസിക്കലി അറിയാവുന്ന കുറച്ചധികം കാര്യങ്ങളാണ് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കാനുള്ളത്. പിന്നെ എന്തെങ്കിലും കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് വന്നാൽ വന്നു. ഓക്കെ, പിന്നെ ഉള്ളത് ആർട്ട് സ്പോർട്സ്. ഇത് ഇത്തിരി ബാലികറാമലയാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരു PYQ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. അല്ലാത്ത പക്ഷം ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് എനിക്ക് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പമായിരിക്കാം. പിന്നെ ഉള്ളത് IT എന്ന് പറയുന്നതും കുറച്ച് എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് IT-യിൽ, അല്ലാതെയുള്ള ടൈപ്പ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇതുവരെ നിങ്ങൾ PYQs നോക്കി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഉള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി. അതെന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് വെച്ചിട്ടാണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അത് വെച്ചിട്ടാണ്, കാരണം 5 മാർക്സ് ഉണ്ട് അതിന്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പോളിസീസ്, പ്രോട്ടോകോൾ, അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓരോ ഇപ്പോൾ നമുക്ക് LDC LGSന് സെപ്പറേറ്റ് ആയിട്ട് 20 മാർക്സ് എന്ന് പറഞ്ഞ കറണ്ട് അഫയേഴ്സിന് കൊടുക്കണമെങ്കിൽ പകരം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സബ്ജക്ട് വൈസ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടോപ്പിക്, അതിപ്പോൾ മറ്റേ ഉണ്ട്. പക്ഷേ ഇവിടെ സെപ്പറേറ്റ് CA എന്ന് പറയുന്നതിന് പകരം SNTയുടെ കൂടെ ഓരോന്നിൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കേണ്ടത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, MEM ഇതാണ് പഠിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് സോണിലുള്ള കുറച്ച് സബ്ജക്റ്റുകൾ ഉണ്ടാവും, ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജിയോഗ്രഫി, ഹിസ്റ്ററി, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലത്തെ കോർ ടോപ്പിക്സ് നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കാം. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ലെവലിൽ ഏറ്റവും ബുദ്ധിമുട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും എന്താണ് ഒട്ടുമേ നിങ്ങൾക്ക് പറ്റണില്ല എന്നുള്ള ടൈപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് റിസർവ് വെക്കുക. ഓക്കെ, നമുക്ക് ഇതുവരെ നടന്ന കംപ്ലീറ്റ് PYQs നിങ്ങൾ എന്തായാലും വർക്കൗട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് തരും ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ. ഓക്കെ, ഇതിൽ വേണ്ടത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇത് എല്ലാം പഠിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പ്രിലിംസ് എഴുതാൻ നോക്കണ്ട. അത് വെറുതെയാണ് നമ്മൾ അത്രയും പഠിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ വേണ്ടത് പാസ്സാകുക, ജസ്റ്റ് പാസ്സാകുക. ഇവിടെ റാങ്ക് നിർണ്ണയമല്ല, ജസ്റ്റ് പാസ്സാകുക എന്നുള്ളത്. അപ്പോൾ അത് മാത്രം, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലും ചെയ്തത് അങ്ങനെ തന്നെയാണ്. PYQs നല്ലവണ്ണം വർക്കൗട്ട് ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് സേഫ് സോൺ ആയിട്ട് ഇരിക്കുന്ന കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ജിയോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. സിവിക്സിലെ ചില പോർഷൻസ്, ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ ഒക്കെ എനിക്ക് ഭയങ്കര ടഫുള്ള ഒരു ഏരിയയാണ്. പക്ഷേ നിങ്ങൾ PYQ ഓറിയന്റഡ് ആയിട്ട് ഇപ്പോൾ മികച്ച ആദ്യത്തെ മികച്ച മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേയധികം ബേസിക് ഫാക്ട്സും ഉണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞു വരുന്നതുകൊണ്ട് ലേറ്റസ്റ്റ് ലിറ്റററി അവാർഡ്സ് എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അധികം നിങ്ങൾക്ക് പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇനി ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ നോക്കുക. പിന്നെ കൂടുതലും സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊക്കെ നിങ്ങൾക്ക് ഒരു മേൽക്കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ISROന്റെ മിഷൻസ് ആണെങ്കിലും അല്ലാതെ ഉള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് ഈ പറയുന്ന മേഖലകളിൽ എന്നുള്ളത് ഒന്ന് നിങ്ങൾ നോക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. ഓക്കെ, ഇനി ഇതിന്റെ ഹോട്ട് ടോപ്പിക്സ്, കോർ ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ മസ്റ്റ് സ്റ്റഡി എന്നുള്ള രീതിയിലുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ ഡിഗ്രിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിലും SCERT കംപ്ലീറ്റ് നോക്കിപ്പോക്കോളൂ കേട്ടോ. കാരണം ഡിഗ്രി ആണെങ്കിലും LGS ആണെങ്കിലും LDC ആണെങ്കിലും VFA ആണെങ്കിലും ഒക്കെ ഈ ടെക്സ്റ്റ് ചെയ്യുന്നത് നല്ലോണം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്റിലെ ഫാക്ട് എന്തായാലും അവർ ചോദിക്കും. 10 വരെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സസ് വല്ലതും സെലക്റ്റീവ് ആയിട്ട് എടുത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അതിൽ കംപ്ലീറ്റ് ക്ലാസ്സസ് ഉണ്ട്, നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ളതും അല്ലാത്തതും ഈ ഒരു ടൈമിൽ ഈ കുറച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് കാരണം നിങ്ങൾക്ക് ഇനി ഞാൻ അങ്ങോട്ട് PYQ സീരീസും അതുപോലെയുള്ള കുറേയധികം കാര്യങ്ങളും വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.